മഹാനായ മാണിയൂർ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ചൊല്ലിയതും അത് തന്നെയാണ്. അല്ലാഹ് 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 അല്ലാഹ്. ഉസ്താദിന്റെ മരണസമയത്തും വഫാത്തിന്റെ നേരത്തു കൂടെയുണ്ടായിരുന്നവര് പറയാൻ ആ അവസാന നിമിഷങ്ങളിൽ ധാരാളമായി ചൊല്ലിയത് അല്ലാഹ് 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 എന്ന ഓർമ്മയിലാണ്, അല്ലാഹ് എന്ന ആ ദിക്റിലാണ് നാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നത്, അല്ലാഹ് എന്ന ഫിക്റിലാണ് ഹൃദയം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഉസ്താദ് അവസാന സമയങ്ങളിൽ താമസിച്ച ആ റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ഒരാൾ അഥവാ പരിസരത്തുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയാൻ ഉസ്താദിന്റെ റൂമിൽ നിന്ന് എപ്പോഴും കേൾക്കാറുള്ളത് അല്ലാഹ് 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 എന്ന വാക്കാണ്. അതേ എപ്പോഴും കേൾക്കാറുള്ളൂ, എപ്പോഴും കേൾക്കുന്ന വാക്ക്. അവസാന സമയങ്ങളിലെ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അല്ലാഹ് അല്ലാഹ് എന്ന ശബ്ദമാണ്. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് എങ്ങനെയാണെന്ന് പറയാനാവുക? എങ്ങനെയായിരിക്കും നമ്മുടെ ആഖിബത്ത്? നമ്മൾ അവസാനം പറയുന്ന വാക്കെന്തായിരിക്കും? ആലോചിച്ചു നോക്ക്. നമ്മൾ അവസാനം പറയുന്ന വചനം എന്തായിരിക്കും? റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അവസാന കലിമത്ത് ദിക്റാക്കണേ അല്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഹിദായത്തിലായി ജീവിച്ച് ഹിദായത്തിലായി മരിക്കാൻ കഴിയുക എന്നതാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ? ആരോഗ്യമല്ല, സമ്പത്തല്ല, സൗന്ദര്യമല്ല, മക്കളല്ല, മറ്റു ദുനിയാവിന്റെ ഒരു സുഖങ്ങളൊന്നുമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഹിദായത്താണ്. അതുകൊണ്ടാണ് ദിവസവും 17 തവണ നിർബന്ധമായി നമ്മൾ ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഏതായി നേരായ മാർഗം? ഞാനൊരു 5 മിനിറ്റ് ഇവിടെ സംസാരിക്കുകയാണ്. ഈ ഒരു ഭാഗം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞാൽ മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മളെ കൊണ്ടാവൂല, ഈ വഴിയിൽ നിന്നും മാറി നിൽക്കാനും നമ്മളെ കൊണ്ടാവൂല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്.